LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ശേഷം ചർച്ചകൾ അന്തിമഘട്ടത്തിലെന്ന LDF കൺവീനർ. പേരാവൂരിൽ KK ശൈലജ തന്നെ മത്സരിക്കും. തളിപ്പറമ്പിൽ PK ശ്യാമള സ്ഥാനാർത്ഥി. ജില്ലാ നേതൃത്വം നൽകിയ ശുപാർശകൾ തള്ളി സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പാർട്ടി വിടാൻ ഒരുങ്ങി G സുധാകരൻ. മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ലെങ്കിൽ അംഗത്വം പുതുക്കില്ലെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. അനുനയിപ്പിക്കാൻ നേതൃത്വം. ശ്രീലങ്കൻ തീരത്ത് ഇറാൻ കപ്പലിന് നേരെ ആക്രമണം. ഒരാൾ മരിച്ചു, 101 പേരെ കാണാതായി, 78 പേർക്ക് പരിക്കേറ്റെന്നും റിപ്പോർട്ട്. ഇറാനിലെ പ്രധാന നഗരങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുന്നു. കുവൈറ്റിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് 13 വയസ്സുകാരി മരിച്ചു. സൗദിയിലെ റാസ് തനൂറ റിഫൈനറിക്ക് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണ ശ്രമം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവർ ഇഡിക്ക് മുൻപിൽ. ചോദ്യം ചെയ്യുന്നത് കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ ജയിലിന് പുറത്തേക്ക്. കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ദ്വാരപാലക ശില്പക്കേസിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജ്യസഭയിലേക്കെന്ന സൂചന. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചേക്കും. മകൻ ഉപമുഖ്യമന്ത്രിയായേക്കും. മുഖ്യമന്ത്രി സ്ഥാനം BJP ഏറ്റെടുക്കും. മലയാളം ഇനി ഭരണഭാഷ. സുപ്രധാന നിർദ്ദേശങ്ങളടങ്ങിയ മലയാള ഭാഷാ ബില്ലിൽ ഒപ്പിട്ട് ഗവർണർ. ഗവർണർ അംഗീകാരം നൽകിയതോടെ നിയമം പ്രാബല്യത്തിലാകും. വാർത്താ അവതാരക സ്വപ്ന B. നായർ 15,000 രൂപ പ്രശസ്ത ശില്പവും. പരിപാടി ഗുഡ് മോർണിംഗ് കേരളം, അമൃത ടെലിവിഷൻ. സംസ്ഥാന ടെലിവിഷൻ അവാർഡ് തിളക്കത്തിൽ അമൃത TV. മികച്ച വാർത്താ അവതാരക സ്വപ്ന B. നായർ. മികച്ച ടെലിസീരിയൽ മഴയെത്തും മുൻപേ. ഇതിലെ അഭിനയത്തിന് മികച്ച നടനായി കൃഷ്ണചന്ദ്രനെയും മികച്ച നടിയായി ശ്രീധന്യയെയും തിരഞ്ഞെടുത്തു. ശ്രീലങ്കൻ തീരത്ത് ഇറാൻ കപ്പലിന് നേരെ ആക്രമണം. 101 പേരെ കാണാതായതായും ഒരാൾ മരിച്ചതായും വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. 78 പേർക്ക് പരിക്കേറ്റതായാണ് സൂചന. കപ്പലിൽ നിന്നും 30 പേരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇറാനിയൻ കപ്പലിൽ നിന്നും സഹായം അഭ്യർത്ഥിച്ചുള്ള സന്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് ശ്രീലങ്കൻ സൈന്യം രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. ആരാണ് കപ്പലിനെ ആക്രമിച്ചത് എന്നത് വ്യക്തമല്ല. കപ്പൽ മുങ്ങിയതായാണ് റിപ്പോർട്ട്. തെക്കൻ ശ്രീലങ്കയിലെ ഗാലെ തീരത്താണ് സംഭവം. പശ്ചിമേഷ്യ അശാന്തം. തുടർച്ചയായ 5-ാം ദിവസവും ഇസ്രായേൽ ഇറാൻ ആക്രമണ പ്രത്യാക്രമണം തുടരുന്നു. തലസ്ഥാനമായ ടെഹ്റാനിൽ ഉൾപ്പെടെ പ്രതിരോധ ആയുധ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി തന്നെയാണ് ആക്രമണം. ഇറാനിലെ ഇസ്ഫഹാൻ, ക്വാം, ഉർമിയ നഗരങ്ങൾ ഇസ്രയേൽ ആക്രമിച്ചു. 800 പേർ കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിക്കുമ്പോഴും മരണം 1000 കവിയുമെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. ശക്തമായി തിരിച്ചടിക്കുന്നുവെന്നാണ് IRGCയുടെ വെളിപ്പെടുത്തൽ. സൗദിയിൽ റിയാദ് എംബസിക്ക് നേരെയും ദുബായിലെ ഒരു US നയതന്ത്ര കാര്യാലയത്തിലുമാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഗൾഫ് മേഖല ശാന്തമാകുന്നതിനിടെയാണ് അതിർത്തി കടന്നുള്ള ഇറാന്റെ ഡ്രോൺ ആക്രമണം. എല്ലാ അമേരിക്കൻ ഉദ്യോഗസ്ഥരും സുരക്ഷിതരാണെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വെളിപ്പെടുത്തി. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖംനേയിയുടെ സംസ്കാരം ഇറാൻ നഗരമായ മഷാദിൽ നടത്താനാണ് ഇടക്കാല ഭരണസമിതിയുടെ തീരുമാനം. പക്ഷേ സംസ്കാര തീയതി സംബന്ധിച്ച് ധാരണയിൽ എത്തിയിട്ടില്ല. ഇറാനിലെ പ്രധാന നഗരവും ഖമനേയിയുടെ ജന്മസ്ഥലവുമാണ് മഷാദ്. അതിനിടെ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖംനേയിയുടെ മകൻ മുജ്തബ ഖംനേയിയെ രാജ്യത്തിന്റെ പുതിയ പരമോന്നത നേതാവായി അസംബ്ലി ഓഫ് എക്സ്പേർട്സ് തെരഞ്ഞെടുത്തതായും റിപ്പോർട്ടുണ്ട്. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. അലി ഖംനേയിയുടെ രണ്ടാമത്തെ മകനായ മുജ്തബ ദീർഘകാലമായി ഇറാന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ സ്വാധീനമുള്ള വ്യക്തിയാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പുരോഹിത സഭ മുജ്തബയെ തെരഞ്ഞെടുത്തതെന്നാണ് സൂചന. സൈന്യവുമായും IRGCയുമായും അടുത്ത ബന്ധം പുലർത്തുന്ന മുജ്തബ വർഷങ്ങളായി അലി ഖംനേയിയുടെ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചു വരികയായിരുന്നു. മുജ്തബ ഖംനേയിലേക്കുള്ള അധികാര കൈമാറ്റം ഒരുപക്ഷെ ഇറാനിൽ വലിയ രാഷ്ട്രീയ മാറ്റത്തിലേക്ക് വഴി തുറന്നേക്കുമെന്ന വിലയിരുത്തലാണ്. പാരമ്പര്യമായി അധികാരം കൈമാറുന്ന രാജഭരണത്തെ ശക്തമായി എതിർക്കുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് ഇപ്പോഴത്തെ മുജ്തബയിലേക്കുള്ള അധികാര കൈമാറ്റത്തെ വലിയ ചർച്ചയാക്കുന്നുണ്ട്. ഇറാന്റെ സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫ് എന്ന പദവി കൂടി വഹിക്കുന്ന മുജ്തബയുടെ നേതൃത്വത്തിൽ അമേരിക്കയും ഇസ്രയേലിനുമെതിരെയുള്ള സൈനിക നീക്കങ്ങൾ എങ്ങനെയായിരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതേസമയം ലെബനോണിലും ഇസ്രയേലിന്റെ സൈനിക നടപടി തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ മൗണ്ട് ലെബനോൺ പ്രദേശത്തെ അരമോൺ, സാദിയാത്ത് എന്നിവിടങ്ങളിൽ ഇസ്രയേൽ സേന കനത്ത ആക്രമണം നടത്തി.
ഇറാനെതിരായ സൈനിക നീക്കങ്ങളിൽ യൂറോപ്യൻ യൂണിയനിൽ ഭിന്നാഭിപ്രായമാണ്. സൈനിക നീക്കങ്ങളിൽ പങ്കാളിയാകില്ല എന്ന ബ്രിട്ടന്റെ നിലപാട് ട്രംപിനെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ചർച്ചകളെ മറികടന്നുള്ള യുദ്ധത്തെ വിമർശിച്ച സ്പെയിനിനെതിരെ അധിക തീരുവ ഭീഷണിയും ട്രംപ് മുഴക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. സൗദി അറേബ്യയിലെ റാസ് തനൂറ റിഫൈനറിക്ക് നേരെ വീണ്ടും ഇന്ന് ഡ്രോൺ ആക്രമണ ശ്രമം. രാവിലെ നടന്ന ആക്രമണ ശ്രമം പരാജയപ്പെടുത്തിയതായി സൗദി പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചു. ആക്രമണത്തിൽ റിഫൈനറിക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ലെന്നും എണ്ണ വിതരണത്തെയോ ഉൽപ്പാദനത്തെയോ ബാധിച്ചിട്ടില്ലെന്നും സൗദി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. ഈ ആഴ്ചയിൽ റാസ് തനൂറയ്ക്ക് നേരെ നടക്കുന്ന രണ്ടാമത്തെ ആക്രമണ ശ്രമമാണിത്. കിഴക്കൻ പ്രവിശ്യയിൽ മറ്റൊരു ഡ്രോണും അൽ ഖർജ് മേഖലയിൽ 2 ക്രൂയിസ് മിസൈലുകളും സൗദി പ്രതിരോധ സേന തകർത്തു. കുവൈറ്റിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് 13 വയസ്സുള്ള പെൺകുട്ടി മരിച്ചു. കുട്ടിയുടെ 4 കുടുംബാംഗങ്ങൾക്ക് പരിക്കേറ്റതായും കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അറിയിച്ചു. ഖത്തറിലെ അൽ ഒദൈദ് US ബേസിൽ മിസൈൽ ആക്രമണമുണ്ടായെന്ന് ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 2 തവണയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത്. ഒരെണ്ണം കൃത്യമായി പ്രതിരോധിച്ചുവെന്നും മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇറാൻ റവല്യൂഷണറി ഗാർഡുമായി ബന്ധമുള്ള 10 പേരെ അറസ്റ്റ് ചെയ്തതായും ഖത്തർ അറിയിക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്ത 2 പേരെ ബഹ്റിനിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദുബായിലെ US കോൺസുലേറ്റിന് സമീപമുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയെന്ന് ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു. ഡ്രോൺ ആക്രമണത്തെ പ്രതിരോധിച്ചതിന് പിന്നാലെയാണ് തീപിടുത്തമുണ്ടായത്. UAE, സൗദി അറേബ്യ, ജോർദാൻ എന്നിവിടങ്ങളിൽ നിന്നും പോകാൻ ആഗ്രഹിക്കുന്ന പൗരന്മാർക്ക് ചാർട്ടേഡ് വിമാന സൗകര്യം ഒരുക്കുന്നതായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. മറ്റ് GCC രാജ്യങ്ങളുമായി ചേർന്ന് സുരക്ഷിത വ്യോമ ഇടനാഴി സജ്ജമാക്കിയിട്ടുണ്ടെന്നും മണിക്കൂറിൽ 48 വിമാനങ്ങൾക്ക് ഇതിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുമെന്നും UAE സാമ്പത്തിക ടൂറിസം മന്ത്രി അബ്ദുള്ള ബിൻ തൗഖ് അൽ മാരി അറിയിച്ചു. UAEയിൽ സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും മാർച്ച് 6 വരെ ഡിസ്റ്റൻസ് ലേണിംഗ് തുടരും. ഈ യുദ്ധത്തിൽ UAE ഒരു കക്ഷിയല്ലെന്നും ഇറാനെതിരായ ഏതെങ്കിലും ആക്രമണത്തിന് തങ്ങളുടെ പ്രദേശം, പ്രാദേശിക ജലപാത, വ്യോമ അതിർത്തി എന്നിവ ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടില്ലെന്നും UAE വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചു. എന്നാൽ അന്താരാഷ്ട്ര നിയമത്തിനും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടിനും കീഴിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സ്വയം പ്രതിരോധത്തിനുള്ള നിയമപരമായ അവകാശം നിലനിർത്തുമെന്നും UAE വ്യക്തമാക്കി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 13 സീറ്റുകൾ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു കേരള കോൺഗ്രസ്. അതേസമയം സീറ്റ് വിഭജനത്തെ ചൊല്ലി ഇടതുമുന്നണിയിൽ തർക്കങ്ങൾ ഇല്ല എന്നും ചർച്ചകൾ പൂർത്തിയായിട്ടില്ല എന്നും കൺവീനർ TP രാമകൃഷ്ണൻ പറയുന്നു. വിജ്ഞാപനം വന്നാൽ തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുമെന്നും LDF കൺവീനർ വ്യക്തമാക്കുന്ന വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും അൺഫിൽറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിൽറ്റ്, ഇടതുമുന്നണിയിൽ ചർച്ചകൾ സജീവമാണ്. പക്ഷേ സീറ്റ് വിഭജനത്തെ ചൊല്ലി തർക്കങ്ങളില്ല എന്നാണ് LDF കൺവീനർ പറയുന്നത്. പക്ഷേ KK ശൈലജയൊക്കെ ആവശ്യപ്പെട്ട സീറ്റല്ല, അതിലൊക്കെ KK ശൈലജയ്ക്കൊക്കെ എതിർപ്പ് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ തള്ളിക്കൊണ്ടാണ് ഈ ചർച്ചകൾ മുൻപോട്ട് പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി അടക്കം പറഞ്ഞു വെക്കുന്നത്? അശ്വതി, LDF യോഗമാണ് കഴിഞ്ഞത്. LDF യോഗം സമാപിച്ചപ്പോഴാണ് TP രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുമ്പോൾ ചർച്ചകളൊക്കെ നടക്കുകയാണ്. പക്ഷേ ഘടകകക്ഷികളുമായി ചർച്ചകളൊന്നും പൂർത്തിയായിട്ടില്ല. ചർച്ചകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. തർക്കങ്ങളൊന്നും തന്നെയില്ല. ഇതിൽ എന്നാണ് വിജ്ഞാപനം വരുന്നത് അതിന് തൊട്ട് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഓരോ ഘടകകക്ഷികളും അതാത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഒരിടത്തും തർക്കമില്ല എന്ന് കൺവീനർ പറയുന്നു. അതായത് ചർച്ചകൾ പൂർത്തിയായിട്ടില്ല, പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി അഥവാ ചർച്ചകൾ പൂർത്തിയായാൽ പോലും ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക വിജ്ഞാപനം വന്നതിന് ശേഷം മാത്രമാണ്. അതിന് പക്ഷേ അധിക നാൾ കാത്തിരിക്കേണ്ടി വരില്ല. കാരണം വിജ്ഞാപനം നമുക്കറിയാം, ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിജ്ഞാപനം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഒരാഴ്ച പോലും നീളാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നിരുന്നു രാവിലെ. അപ്പോൾ CPMൻ്റെ സ്ഥാനാർത്ഥികളെ ചൊല്ലി രാവിലെ ജില്ലാ ഘടകങ്ങളിൽ നിന്നുണ്ടായ ശുപാർശകളൊക്കെ തന്നെ ആദ്യം ചെയ്യുന്ന കഴിഞ്ഞ ദിവസം ചെയ്യുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് തള്ളിയിരുന്നു. അതിനുശേഷം പലയിടത്തും പല വിയോജിപ്പുകളൊക്കെ വന്നിരുന്നു. KK ശൈലജ, PK ശ്യാമള അടക്കമുള്ള സ്ഥാനാർത്ഥിത്വങ്ങളിൽ ചില തർക്കങ്ങളും ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിന് അന്തിമമായ അംഗീകാരം നൽകിയിരിക്കുകയാണ്. അതായത് PK ശ്യാമള പേരാവൂരിൽ, KK ശൈലജ പേരാവൂരിൽ തന്നെ മത്സരിക്കും. ഒപ്പം തന്നെ തളിപ്പറമ്പിൽ കഴിഞ്ഞ തവണ MV ഗോവിന്ദനായിരുന്നു. ഇത്തവണ MV ഗോവിന്ദന് പകരം ആ സിറ്റിംഗ് സീറ്റിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ PK ശ്യാമള മത്സരിക്കുന്നു. ജില്ലാ ഘടകത്തിൻ്റെ വിയോജിപ്പുകളും വിമർശനങ്ങളും ഒക്കെ പ്രാദേശിക ഘടകങ്ങളിൽ മാത്രമുള്ളതാണ്. അത് അത്ര കാര്യമാക്കേണ്ടതല്ല എന്നൊരു വിലയിരുത്തലാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തളിപ്പറമ്പിൽ PK ശ്യാമള തന്നെ മത്സരിക്കും. ഒപ്പം
പേരാമ്പ്രയിൽ ടി പി രാമകൃഷ്ണൻ്റെ LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ്റെ പേരാണ് ഉള്ളത്. തീരുമാനമായിരിക്കുന്നതും ടി പി രാമകൃഷ്ണൻ തന്നെയാണ്. എന്നാൽ എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ജില്ലാ ഘടകത്തിൽ വിയോജിപ്പ് ജില്ലാ ഘടകം തന്ന ലിസ്റ്റ് സംസ്ഥാന സെക്രട്ടറി വിട്ടിരുന്നു. പക്ഷേ അതിനകത്ത് ഇപ്പോൾ അന്തിമ തീരുമാനമായിരിക്കുന്നു. എം സ്വരാജിന് സീറ്റില്ല, അദ്ദേഹം മത്സരിക്കില്ല. ഷംസീറിനും നിലവിൽ തലശ്ശേരിയിൽ അദ്ദേഹത്തിന് സീറ്റില്ല, അദ്ദേഹം മത്സരിക്കുന്നില്ല. അങ്ങനെ പ്രമുഖരെയൊക്കെ ഒഴിവാക്കി ജനകീയ നേതാക്കൾ ഇത്തവണ സീറ്റിൽ ഇടം പിടിക്കില്ല സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ ചർച്ചകളൊക്കെ തന്നെ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് CPM-ൻ്റെ ഉഭയകക്ഷി ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. CPM-ൻ്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏറെക്കുറെയൊക്കെ തീരുമാനമായിരിക്കുകയാണ്. ഇനി അത് അടുത്ത തവണ സംസ്ഥാന സെക്രട്ടറി ചേരുന്നു. അത് എന്നാണ് എന്ന് തീരുമാനമായിട്ടില്ല. നാളെ പക്ഷേ സംസ്ഥാന സമിതി ചേരുന്നുണ്ട്. സംസ്ഥാന സമിതി നാളെ ചേരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത സ്ഥാനാർത്ഥികളുടെ അന്തിമമായ ഒരു അംഗീകാരം നൽകുന്നതാണ് സംസ്ഥാന സമിതി. സംസ്ഥാന സമിതിയിൽ കൂടുതൽ ചർച്ചകൾ വരാൻ സ്വാഭാവികമായും സാധ്യതയില്ല. ഇനി അഥവാ ചർച്ചകൾ വന്നാൽ പോലും ഈ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ച പേരുകൾ വെട്ടാനുള്ള സാധ്യതയൊന്നുമില്ല. സംസ്ഥാന സമിതി ഇതിനൊരു അംഗീകാരം കൊടുക്കുന്നതിന് വേണ്ടി മാത്രം നാളെ ചേരുകയാണ്. അതിനുശേഷം ഇടതുമുന്നണി യോഗം ചേരും. അത് ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് വിജ്ഞാപനം കഴിഞ്ഞതിന് ശേഷം ഈ ഔദ്യോഗികമായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു പ്രൊസീജിയർ എന്ന രീതിയിൽ ഒരു ഇടതുമുന്നണി യോഗം ചേരും. അതായത് ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ വേഗത്തിൽ തന്നെയാണ് കാര്യങ്ങൾ, വളരെ ഫാസ്റ്റായി കാര്യങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാർട്ടി നേതൃത്വം. കാരണം എത്രയും വേഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. വിജ്ഞാപനം ഒരുപക്ഷെ 2-3 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കണക്ക് കൂട്ടുന്നത്, വിലയിരുത്തുന്നതും. അതനുസരിച്ച് തന്നെ പ്രഖ്യാപനം എത്രയും വേഗത്തിൽ നടത്താനാണ് ഇടതുമുന്നണി യോഗം തീരുമാനമെടുത്തിരിക്കുന്നത്. CPI-യുടെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ 3 ടേം വ്യവസ്ഥ കർശനമാക്കുന്നു. തുടർച്ചയായി 15 തവണ മത്സരിച്ചവർ 6 സിറ്റിംഗ് MLA-മാർ ഒഴിവാക്കപ്പെടും. അതിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനത്തിന് ഇപ്പം ഇന്ന് സംസ്ഥാന കൗൺസിൽ അംഗീകാരം നൽകിയിരിക്കുകയാണ്. CPI-യിൽ അങ്ങനെ 6 സിറ്റിംഗ് MLA-മാർ ഒഴിവാക്കപ്പെടുന്നു. എന്നാൽ 2 ടേം പൂർത്തിയായവരെ ഒഴിവാക്കുന്ന കാര്യത്തിൽ ചിലർക്ക് ഇളവ് നൽകാനും തീരുമാനമായിട്ടുണ്ട്. അശ്വതി. ശരി അൺഫിൽറ്റ്, എന്തായാലും സ്ഥാനാർത്ഥി നിർണയത്തിൽ കൊടുമ്പരി കൊണ്ട ചർച്ചയാണ് CPM-ൽ പുരോഗമിക്കുന്നത്. വിവരങ്ങളാണ് അൺഫിൽറ്റ് ഡിസൂസ തിരുവനന്തപുരത്തു നിന്നും നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ G. സുധാകരൻ പാർട്ടി വിടുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർക്ക് ബുദ്ധിമുട്ടായി പാർട്ടിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് സുധാകരൻ അറിയിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സുധാകരന്റെ പ്രതികരണം. G. സുധാകരൻ ഒരു പരിഗണനയും അർഹിക്കുന്നില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറയുന്നതിന്റെ വീഡിയോ അടക്കം പങ്കുവച്ചാണ് സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. CPM അംഗത്വം പുതുക്കില്ല എന്നും നേതാക്കളെ ബുദ്ധിമുട്ടിച്ച് പാർട്ടിയിൽ തുടരാനില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസറിന്റെയും ഭാഗത്തു നിന്നുമുണ്ടാകുന്ന തുടർച്ചയായ അവഗണനയും പരിഹാസവുമാണ് തന്നെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് സുധാകരൻ കുറിച്ചു. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ സ്വീകരിച്ച പരിഹാസരൂപേണയുള്ള നിലപാടാണ് സുധാകരനെ ചൊടിപ്പിച്ചത്. പ്രായപരിധിയുടെ പേരിൽ സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കിയ ശേഷം കഴിഞ്ഞ 5 വർഷമായി തന്നെ പാർട്ടി പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തുകയാണ്. അഴിമതിരഹിത പ്രതിച്ഛായയുള്ള തന്നോട് കാണിക്കുന്നത് ക്രൂരമായ അനീതിയാണ്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നേരിടേണ്ടി വന്ന സൈബർ ആക്രമണങ്ങളിൽ നേതൃത്വം മൗനം പാലിച്ചതും വല്ലാതെ വേദനിപ്പിച്ചു എന്നും കുറിപ്പിൽ പറയുന്നു. മുൻപ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആഗ്രഹം അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അമൃത വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലും ഇത്തവണ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും അതിനുശേഷം പൂർണ്ണ വിശ്രമത്തിലേക്ക് കടക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ നിഷേധിക്കേണ്ട കാര്യം, അത് 1 മാസം മുമ്പാണത് പറഞ്ഞത്. തീരുമാനം എടുത്താൽ മത്സരിക്കുക എന്നുള്ള ഡിമാൻഡൊന്നുമല്ല എന്ന് ഉന്നയിച്ചത്. ഞാനങ്ങനെ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യുന്ന ആളുടെ അപൂർവമാണ്. ഇത്തവണ ഞാൻ ഇങ്ങനെ കണ്ട് പറഞ്ഞു, ഇത് കഴിഞ്ഞാൽ മത്സരിക്കേണ്ട കാര്യമില്ല. മത്സരിക്കുകയാണെങ്കിൽ ലാസ്റ്റ് മത്സരമായിരിക്കും, ജയിക്കും എന്തായാലും. ആളുകൾ വന്ന് പറയല്ലേ, അതുകൊണ്ടാണല്ലോ മുന്നോട്ട് വന്ന് പറയല്ലേ. എന്നാൽ ജില്ലയിലെ സ്ഥാനാർത്ഥി പട്ടിക തെളിഞ്ഞതോടെ അവഗണന നേരിടുന്നു എന്ന് ചൂണ്ടിക്കാട്ടി പാർട്ടി ബന്ധം ഉപേക്ഷിക്കാൻ സുധാകരൻ തീരുമാനിക്കുകയായിരുന്നു. അതേസമയം വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നും വരും ദിവസങ്ങളിൽ വിശദമായി മാധ്യമങ്ങളെ കാണുമെന്നും സുധാകരന്റെ കുടുംബം അറിയിച്ചു. നേതൃത്വത്തിനോടുള്ള വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ച് സുധാകരൻ പാർട്ടി വിടുന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് CPM-ന് കൂടുതൽ തലവേദന നൽകുമെന്നുറപ്പാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന നേതാവ് G. സുധാകരനെ അനുനയിപ്പിക്കാൻ CPM നേതൃത്വം. ജില്ലാ സെക്രട്ടറി R. നാസർ G. സുധാകരനുമായി ഫോണിൽ സംസാരിച്ചു. തന്റെ പ്രതിഷേധം സുധാകരൻ നാസറിനെ അറിയിച്ചു. അംഗത്വ ഫോറം പൂരിപ്പിച്ച് നൽകില്ലെന്ന് ആവർത്തിച്ച സുധാകരൻ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വവും ഇടപെട്ടേക്കും. അതിനിടെ പറവൂരിലെ തന്റെ വീട് പൂട്ടി G. സുധാകരൻ. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ വീട്ടിലെത്തിയതിനു പിന്നാലെയാണ് ഗേറ്റ് പുറത്തുനിന്നും പൂട്ടിയത്.
ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ ചോദ്യം ചെയ്യലിനായി കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലെത്തി. തന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏതെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നാണ് ഇ ഡി അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ വാസുവിനെ 7 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. വിവരങ്ങൾ നൽകാൻ AT അശ്വതി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. അശ്വതി, ഇപ്പോഴും ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണോ? മറ്റ് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? വിവരങ്ങൾ. അശ്വതി, ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് തന്ത്രി ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ എത്തിയത്. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ, അതിൽ കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടോ എന്നതാണ് ഇ ഡി പ്രധാനമായും അന്വേഷിക്കുന്നത്. അതിൽ SIT-യുടെ പ്രതിപട്ടികയിലുള്ള ആളുകളെ ഇ ഡി ചോദ്യം ചെയ്യലിനായിട്ട് വിളിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പുറമെ ചിലരെ കൂടി ഇ ഡി വിളിപ്പിക്കുന്നുണ്ട്. അത് സാക്ഷികളുടെ പട്ടികയിലൊക്കെ ഉള്ളവരാണ്. 28 പേരെയാണ് പ്രധാനമായും ഇ ഡി ഈ ചോദ്യം ചെയ്യലിനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഒക്കെ എൻ വാസു അടക്കമുള്ള ആളുകളെ ഇ ഡി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. ഇതിനെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ തന്ത്രിയെയും ചോദ്യം ചെയ്യലിനായിട്ട് വിളിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ കേസിൽ ജാമ്യം ലഭിച്ച, അതായത് SIT-യുടെ കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന ആളുകളെ ഇറങ്ങുന്ന മുറയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി വിളിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം, ഒപ്പം തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, പ്രത്യേകിച്ച് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദാംശങ്ങൾ നൽകാനായിട്ട് തന്ത്രിക്ക് സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇ ഡി ചോദിച്ചറിയുന്നത്. മാത്രമല്ല, ഒരു ചോദ്യാവലിയും ഇതുമായി ബന്ധപ്പെട്ട ഇ ഡി തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരം വരെ, രാത്രി വരെ ഒരു പക്ഷേ ഈ ചോദ്യം ചെയ്യൽ നീളാനുള്ള സാധ്യത ഉണ്ട്. മാത്രമല്ല, അതിനിടയ്ക്ക് തന്ത്രിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അശ്വതി. ശരി, വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും AT അശ്വതി നൽകിയത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായ A പത്മകുമാറും ജയിലിന് പുറത്തേക്ക്. ദ്വാരപാലക ശില്പക്കേസിൽ പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം. പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ നേരത്തെ കട്ടളപ്പാളി കേസിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. 2 കേസുകളിലും ജാമ്യം ലഭിച്ച പത്മകുമാർ ഇന്ന് ജയിലിന് പുറത്തിറങ്ങും. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ A പത്മകുമാറിന് കൂടി ജാമ്യം ലഭിച്ചതോടെ കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന പ്രതികളുടെ എണ്ണം 8ആയി. ഇതിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പത്മകുമാറിനും ഉൾപ്പെടെ 6 പേർക്കാണ് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. കഴിഞ്ഞ നവംബർ 20-നാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായ A പത്മകുമാർ അറസ്റ്റിലായത്. കേസിൽ റിമാൻഡിൽ കഴിയവേ ഡിസംബർ 4-ന് ദ്വാരപാലക ശില്പ കേസിലും പ്രതി ചേർത്ത് SIT അറസ്റ്റ് രേഖപ്പെടുത്തി. കട്ടളപ്പാളി കേസിൽ റിമാൻഡ് 90 ദിവസം പൂർത്തിയാക്കിയ പത്മകുമാറിന് ഫെബ്രുവരി 20-ന് കൊല്ലം വിജിലൻസ് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരുന്നു. തുടർന്നാണ് ദ്വാരപാലക ശില്പ കേസിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ കഴിയുന്ന സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി വാദം കേൾക്കാൻ 5-ാം തീയതിയിലേക്ക് മാറ്റി. മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രോസിക്യൂഷൻ സാവകാശം തേടിയ പശ്ചാത്തലത്തിലാണ് ഹർജി വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയത്. അമൃത ന്യൂസ്, കൊല്ലം. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ രാജിവെച്ചു. VK വിജയനാണ് രാജിവെച്ചത്. AV ഗോപിനാഥനെ ചെയർമാനാക്കാനാണ് രാജി. മാർച്ച് 14-നാണ് ചെയർമാന്റെ കാലാവധി തീരുന്നത്. 33ാമത് സംസ്ഥാന ടെലിവിഷൻ അവാർഡിൽ അമൃത TVക്ക് അവാർഡ് തിളക്കം. അമൃത TVയുടെ മഴയെത്തും മുൻപേ മികച്ച ടെലിസീരിയലായി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച നടനുള്ള പുരസ്കാരം അമൃത TV എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടിയായ കൃഷ്ണചന്ദ്രനും, നടിക്കുള്ള പുരസ്കാരം ശ്രീധന്യയും സ്വന്തമാക്കിയപ്പോൾ മികച്ച വാർത്താ അവതാരകയ്ക്കുള്ള പുരസ്കാരത്തിന് അമൃത TV ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ സ്വപ്ന B നായർ അർഹയായി. മികച്ച ടെലിസീരിയൽ മഴയെത്തും മുമ്പ് അമൃത TV. സംവിധാനം ജിജോ വർഗീസ് ആന്റണി 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. നിർമ്മാണം അരുൺ രാജ് R 20,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. തിരക്കഥ ദിനേശ് പള്ളത്ത് 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. മികച്ച നടൻ കൃഷ്ണചന്ദ്രൻ 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. അത് സീരിയൽ ടെലിഫിലിം. പരിപാടി മഴയെത്തും മുമ്പ് അമൃത TV. മികച്ച നടി ശ്രീധന്യ 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. മഴയെത്തും മുമ്പ് അമൃത TV. മികച്ച വാർത്താ അവതാരക സ്വപ്ന B നായർ 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. പരിപാടി ഗുഡ് മോർണിംഗ് കേരളം അമൃത ടെലിവിഷൻ. 2024 സംസ്ഥാന ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ അമൃത TV പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി. മികച്ച ടെലി സീരിയലായി തെരഞ്ഞെടുത്തത് അമൃത TV സംപ്രേഷണം ചെയ്ത മഴയെത്തും മുമ്പെയാണ്. എന്റെ നഷ്ടത്തിന്റെ വേദന ആയുഷ്കാലം എന്നെ കൊത്തിവലിക്കുന്നതാ.
അതെനിക്ക് കൂട്ടിവെക്കാനുള്ളതല്ല ലക്ഷ്മി. സാരിങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒന്നും അവർക്ക് പറ്റില്ല. ആകാശം വെട്ടിപ്പിടിക്കണമെന്ന് വിചാരിച്ചാ അതിനുള്ള കരുത്തുണ്ട് സാരംഗിന്. മികച്ച സംവിധായകനായി ജിജോ വർഗീസ് ആന്റണിയും മികച്ച നിർമ്മാതാവായി അരുൺ രാജ് ആർ, തിരക്കഥാകൃത്തായി ദിനേശ് പള്ളത്തും മികച്ച നടനായി മഴയത്തും മുംബൈയിലെ അഭിനയത്തിന് അമൃത TV എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടിയായ കൃഷ്ണചന്ദ്രനും നടിയായി ശ്രീധന്യയുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അഭിനയത്തിനുള്ള ആദ്യ പുരസ്കാരമാണിതെന്നും ഏറെ സന്തോഷമുണ്ടെന്നും കൃഷ്ണചന്ദ്രൻ പറഞ്ഞു. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സന്തോഷം അത് പ്രത്യേകിച്ച് നമ്മുടെ അമൃത TVയുടെ തന്നെ സീരിയലില് ഇതിന് കിട്ടിയതിന് ഒരു സന്തോഷം. അതിൽ പ്രത്യേക എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നില്ല. ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്നുള്ളൊരു നിലയ്ക്കുള്ള ക്യാരക്ടേഴ്സ് ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഇത് സോഫ്റ്റ്നെസ്സിൽ കൂടെ ഒരു വില്ലനിസം കാണിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു അത്. എന്തായാലും അതിന് കിട്ടിയതിൽ വലിയ സന്തോഷം. മികച്ച വാർത്താ അവതാരകയ്ക്കുള്ള പുരസ്കാരത്തിന് അമൃത TV ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ സ്വപ്ന ബി നായരും അർഹയായി. പ്രഭാത വാർത്ത ഗുഡ് മോർണിംഗ് കേരളത്തിന്റെ അവതരണത്തിനാണ് പുരസ്കാരം. മികച്ച സംവിധായകനും നിർമ്മാതാവിനും 25,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. 15,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് മറ്റു പുരസ്കാരങ്ങൾ. അമൃത TVയും കോഡെക്സ് മീഡിയയും നൽകുന്ന പിന്തുണയും ടെലി സീരിയലിൽ അമൃത പുലർത്തുന്ന മേന്മയുമാണ് അവാർഡ് നേട്ടത്തിന് അർഹമാക്കിയതെന്ന് മഴയത്ത് മുൻപേ ടെലി സീരിയൽ തിരക്കഥാകൃത്ത് ദിനേശ് പള്ളത്ത് പറഞ്ഞു. അമൃത TVയും കോഡെക്സ് മീഡിയയും എനിക്ക് സ്വന്തം കുടുംബം പോലെയാണ്. ആ കുടുംബത്തിലേക്ക് സ്റ്റേറ്റ് അവാർഡ് വന്ന് കയറുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. കഥാവിഭാഗത്തിൽ 13 ടെലി സീരിയലുകളും 34 ടെലി ഫിലിമുകളും കുട്ടികളുടെ 10 ഹ്രസ്വചിത്രങ്ങളും 18 വിനോദ പരിപാടികളും 6 ഹാസ്യ പരിപാടികളും ഉൾപ്പെടെ 81 എൻട്രികളാണ് അവാർഡിനായി ലഭിച്ചതെന്ന് അവാർഡ് പ്രഖ്യാപനം നടത്തിയ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിലെ 2ാം വർഷ BCom വിദ്യാർത്ഥിനിയായ ജസ്ലിയ ജോൺസൺ മരണമടഞ്ഞ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ശനിയാഴ്ച വൈകിട്ട് 7:30 ദേശീയപാതയിൽ അങ്കമാലി ടെൽക് ജംഗ്ഷന് സമീപം ലക്ഷ്മി ഭവൻ ഹോട്ടലിന് മുൻപിലായിരുന്നു അപകടം. അമിത വേഗതയിലെത്തിയ വാഹനം ജസ്ലിയെ ഇടിച്ചു തെറിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകൾ അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനവും ഉപരോധവും സംഘടിപ്പിച്ചു. 19-കാരിയായ ജസ്ലിയ ജോൺസൺ പഠനത്തോടൊപ്പം സ്പോർട്സിലും മികവ് പുലർത്തിയ വിദ്യാർത്ഥിയായിരുന്നു. യൂണിവേഴ്സിറ്റി തലത്തിൽ നിരവധി മെഡലുകൾ നേടിയ കോളേജിലെ യോഗ, വടംവലി, ഖോഖോ ടീമുകളിൽ ജസ്ലിയ അംഗമായിരുന്നു. അങ്കമാലിയിലെ പിസ വിൽപ്പനശാലയിൽ പാർട്ട് ടൈമായി ജോലി നോക്കിയാണ് ജസ്ലിയ പഠനത്തിന് വേണ്ടിയുള്ള പണം കണ്ടെത്തിയിരുന്നത്. ശനിയാഴ്ച രാത്രിയിലായിരുന്നു അങ്കമാലി ടെൽക്കിന് സമീപം അമിത വേഗത്തിലെത്തിയ വാഹനമിടിച്ച് ജസ്ലിയ മരിച്ചത്. ജോലിക്ക് പോയി മടങ്ങി വരുമ്പോഴായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ ജസ്ലിയയെ ആദ്യം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലും പിന്നീട് ആലുവ രാജഗിരി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ചൊവ്വാഴ്ച രാവിലെ മരിച്ചു. മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജസ്ലിയയുടെ കരളും വൃക്കയും നേത്രപടലവും ദാനം ചെയ്യാൻ മാതാപിതാക്കൾ സമ്മതിച്ചിരുന്നു. അപകടത്തിനിടയാക്കിയ കാർ ഓടിച്ച പ്രതിയെ 4 ദിവസം പിന്നിട്ടിട്ടും പിടികൂടാത്തതിൽ കനത്ത പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. കോളേജ് വിദ്യാർത്ഥിനികളും അധ്യാപകരും പ്രതിഷേധവുമായി അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും സ്റ്റേഷന് മുന്നിൽ പ്രകടനവും ഉപരോധവും സംഘടിപ്പിച്ചു. പ്രതികളെ ഉടൻ പിടികൂടുമെന്ന ഉറപ്പിന്മേൽ വിദ്യാർത്ഥികൾ പിരിഞ്ഞുപോയി. അമൃത ന്യൂസ്, കൊച്ചി. ബീഹാർ രാഷ്ട്രീയത്തിൽ നിർണായക മാറ്റത്തിന് കളമൊരുങ്ങുന്നു. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദമൊഴിഞ്ഞ് കേന്ദ്ര രാഷ്ട്രീയത്തിലേക്ക് മാറുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ. വരാനിരിക്കുന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം പത്രിക സമർപ്പിക്കാൻ ഒരുങ്ങുന്നതോടെ മുഖ്യമന്ത്രി പദം BJP ഏറ്റെടുക്കുമോ എന്ന ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്തിനെ ഉപമുഖ്യമന്ത്രിയാക്കാനും ധാരണയെന്നാണ് സൂചന. മലയാളം ഇനി ഭരണഭാഷ. മലയാള ഭാഷ നിർബന്ധമാക്കുന്ന സുപ്രധാന നിർദ്ദേശങ്ങളടങ്ങിയ മലയാള ഭാഷാ ബില്ലിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഒപ്പിട്ടു. ഗവർണർ അംഗീകാരം നൽകിയതോടെ നിയമം വൈകാതെ പ്രാബല്യത്തിലാകും. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ മലയാളം നിർബന്ധമാക്കുക. സർവകലാശാല പാഠ്യക്രമങ്ങളിൽ മലയാളം ഒരു പേപ്പറായി പരിഗണിക്കുക. കോടതി, സർക്കാർ ഉത്തരവുകൾ തുടങ്ങിയവ മലയാളത്തിലാക്കുക. PSC പരീക്ഷകൾ മലയാളത്തിലാക്കുക തുടങ്ങിയവയാണ് ബില്ലിലെ പ്രധാന നിർദ്ദേശങ്ങൾ. അർദ്ധ സർക്കാർ, പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിലെല്ലാം ഇവ നടപ്പിലാക്കും. നെല്ല് സംഭരണം വൈകുന്നതിനെതിരെ കോട്ടയത്ത് കർഷകരുടെ പ്രതിഷേധം. കടുതുരുത്തി പഞ്ചായത്തിൽ നിന്നുമുള്ള കർഷകരാണ് പാടി ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. പതിര് മാറ്റിയിട്ടും നെല്ലിന് 10 കിലോയിലധികം കിഴിവ് മില്ലുകൾ ആവശ്യപ്പെട്ടതാണ് പ്രതിഷേധത്തിന് കാരണം.
കടുത്തുരുത്തി പഞ്ചായത്തിലെ മധുരവേലി പടിഞ്ഞാറേപ്പുറം പാടശേഖരങ്ങളിലെ കർഷകരാണ് കോട്ടയം പാടി ഓഫീസിന് മുന്നിൽ സമരവുമായി എത്തിയത്. 250ഓളം ഏക്കർ പാടത്തെ 300 ടണ്ണോളം നെല്ലാണ് സംഭരിക്കാതെ കിടക്കുന്നത്. പാടി മാർക്കറ്റിംഗ് ഓഫീസറുടെ നിർദ്ദേശാനുസരണം നെല്ലിലെ പതിര് മാറ്റിയിട്ടും മില്ലുകൾ ക്വിൻ്റലിന് 10 കിലോയിലധികം കിഴിവാണ് ആവശ്യപ്പെടുന്നത്. ഞങ്ങളുടെ നെല്ല് മാത്രം ഒഴുക്കി ക്ലീൻ ചെയ്താലും താര കൊടുക്കണമെന്നാണ് ഇവർ ഈ PMO ആവശ്യപ്പെട്ടത്. ഇന്നലെ ഞാൻ PMOയെ ഫോണിൽ വിളിച്ച് ചോദിച്ചപ്പം PMO പറഞ്ഞത് താര നിശ്ചയിക്കുന്നതും PMOയും തമ്മിൽ ബന്ധമില്ലെന്നാണ് പറയുന്നത്. പതിര് മാറ്റാൻ തന്നെ വലിയൊരു തുക ചിലവായി. മഴ പെയ്യുന്നതോടെ ഈർപ്പത്തിന്റെ പ്രശ്നവും ഉണ്ടാവും. സർക്കാരും സപ്ലൈകോയും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. കൂലി കൊടുത്താണ് നമ്മളിത് കരക്ക് കയറ്റുന്നത്. അവിടുന്ന് ഞങ്ങൾ ഉണങ്ങി പിന്നീട് ഒഴുക്കണം എന്ന് പറഞ്ഞ് ഒഴുക്കി ഇവർ പറഞ്ഞ ഉപാധികളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം അവർ പറഞ്ഞ 10 താരെ കുറഞ്ഞ് ഈ നെല്ല് കയറ്റിയില്ലെന്നാണ് പറയുന്നത്. പാടി ഓഫീസിന് മുന്നിൽ നെല്ലുമായി എത്തിയാണ് കർഷകർ പ്രതിഷേധിച്ചത്. എല്ലാ സീസണിലും ഉയർന്നു വരുന്ന നെല്ല് സംഭരണ വിഷയം പരിഹരിക്കാൻ സർക്കാർ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത ഫ്രാൻസിസ് ജോർജ് MP ആവശ്യപ്പെട്ടു. കൃത്യമായി നെല്ല് കൊടുക്കുമ്പോൾ അത് സംഭരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അത് സംഭരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, ഈ കിഴിവിൻ്റെ കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം. ഇപ്പോൾ സർക്കാർ പറഞ്ഞിട്ടുള്ളത് പരമാവധി 10 കിലോ, അത് 5 കിലോ ആയി കുറയ്ക്കണമെന്ന് മന്ത്രി പറഞ്ഞിട്ട് പോലും ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. MPയുടെ നേതൃത്വത്തിൽ കർഷകർ പാടി മാർക്കറ്റിംഗ് ഓഫീസറുമായി ചർച്ച നടത്തി. മില്ലുകൾ നെല്ലെടുക്കാൻ തയ്യാറാകാത്ത വിഷയം സപ്ലൈകോ MDക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ഉടൻ പരിഹാരമുണ്ടാകുമെന്നും ഉറപ്പ് ലഭിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. അമൃത ന്യൂസ്, കോട്ടയം. TVK അധ്യക്ഷൻ നടൻ വിജയുടെ വാഹനത്തെ പിന്തുടരുന്നതിനിടെ ഉണ്ടായ വാഹനാപകടത്തിൽ 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. വിഘ്നേഷ്, അരുൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. വിജയ് തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ നിന്നും തഞ്ചാവൂർ പോകുന്ന വഴിയാണ് അപകടമുണ്ടായത്. നിരവധി പേർ ബൈക്കുകളിലും മറ്റു വാഹനങ്ങളിലുമായി വിജയുടെ വാഹനത്തെ അനുഗമിക്കുന്നതിനിടയിലാണ് അപകടം. വിഘ്നേഷും അരുണും ബൈക്കിൽ വിജയുടെ അടുത്തേക്കെത്താൻ ശ്രമിക്കുകയും മുൻപിലെ കാറിൽ ഇടിക്കുകയുമായിരുന്നു. ഇടുക്കി നെടുങ്കണ്ടത്ത് 2.5 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ശുദ്ധജല ടാങ്കിന് സമീപം ഉറവ ഉണ്ടായതോടെ ആശങ്കയിലാണ് നാട്ടുകാർ. എഴുകും വയൽ കുരിശുംമൂട്ടിൽപ്പടിയിലെ ജപ്പാൻ ശുദ്ധജല പദ്ധതിയുടെ ടാങ്കിന് ചുറ്റുമാണ് വേനലിലും ഉറവ രൂപപ്പെട്ടത്. ഇടുക്കി എഴുകുംവയൽ കുരിശുംമൂട്ടിൽപ്പടിയിൽ 2.5 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിന്റെ 100 മീറ്ററോളം ചുറ്റളവിലുള്ള വീടുകളുടെ പരിസരങ്ങളിലും റോഡിന്റെ വിവിധ ഭാഗങ്ങളിലും ഉറവകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ശുദ്ധജല ടാങ്കിന്റെ ബലക്ഷയം മൂലമുണ്ടാകുന്ന ചോർച്ചയാണ് ഉറവകളുണ്ടാകാൻ കാരണമെന്നാണ് നിഗമനം. ഭൂമിക്കടിയിൽ വെള്ളം ഇറങ്ങിയിട്ട് പെരയുടെ പുറവശത്തെ ഏണ്ടിക്കടിയിലേക്ക് വെള്ളം ഇറങ്ങി കഴിയുമ്പോഴത്തേനും 2 പ്രാവശ്യം അങ്ങനെ ഏണ്ടിയെന്ന് മണ്ണിടിഞ്ഞ് പെരയ്ക്ക് കേടുപാടുകൾ ഉണ്ടാകുന്ന രീതിയിലാണ് മണ്ണിടിഞ്ഞ് കിടക്കുന്നത്. 30 വർഷത്തോളം പഴക്കമുള്ളതാണ് ടാങ്ക്. ഇരട്ടയാർ അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം ശുദ്ധീകരിച്ച് ടാങ്കിൽ നിന്ന് ഇരട്ടയാർ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വിതരണം ചെയ്യുന്നു. വേനലിലും ഉറവകൾ സജീവമായ സാഹചര്യത്തിൽ മഴക്കാലത്ത് മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. അത് 2-3 ദിവസമായിട്ട് ഇപ്പം വെള്ളം അടിക്കുമ്പം ഞാൻ ഒഴുകി വരാതെ ഞങ്ങളുടെ മുറ്റത്ത് ഉറവയായിട്ട് പൊങ്ങി വരുന്നുണ്ട് വെള്ളം. രാത്രിയിലാണ് വെള്ളം അടിക്കുന്നത്. ആ സമയത്താണ് ഇങ്ങനെ പൊങ്ങി വരുന്നത്. രാവിലെ ഞങ്ങൾ നോക്കുമ്പോൾ മുറ്റമെല്ലാം നനഞ്ഞു കിടക്കുന്നു. അവിടുന്ന് ഉറവ പൊങ്ങിയതായിട്ട് ഞങ്ങൾ കാണുന്നു. മേഖലയിലെ ഉയർന്ന പ്രദേശമായതിനാൽ ടാങ്ക് തകർന്നാൽ വൻ ദുരന്തമുണ്ടാകാനിടയുണ്ട്. ടാങ്കും പൈപ്പുകളും പരിശോധിച്ച് സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ ജല അതോറിറ്റിയിലും പഞ്ചായത്ത് അധികൃതർക്കും പരാതി നൽകി. അമൃത ന്യൂസ്, ഇടുക്കി. പശ്ചിമേഷ്യയിലെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അർജന്റീന സ്പെയിൻ ഫൈനലിസിമ മത്സരം അനിശ്ചിതത്വത്തിൽ സൂപ്പർ താരം ലയണൽ മെസ്സിയും ലമിൻ യമാലും നേർക്കുനേർ വരുന്ന മത്സരമാണ് ഫൈനലിസിമ. ഈ മാസം 27 ഖത്തർ തലസ്ഥാനമായ ദോഹയിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ മത്സരം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സംഘർഷം തുടർന്നാൽ മത്സരം മാറ്റിവെക്കാനാണ് സാധ്യത. ഇക്കാര്യം തീരുമാനിക്കാൻ അടിയന്തര യോഗം ചേരും. ലണ്ടനിലേക്ക് മത്സരം മാറ്റാനും ആലോചനയുണ്ട്.